ഇന്നത്തെ ഒരു 4 മണി കുക്കിംഗ് ആണേ. ചായയും പഴംപൊരിയാണ് വിഭവം. അപ്പോൾ ഉണ്ടാക്കാം. ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. മൈദയിൽ വേണേൽ ഉണ്ടാക്കാം, പക്ഷേ ഗോതമ്പ് പൊടിയാണ് ഹെൽത്തി എന്നൊക്കെയല്ലേ പറയുന്നത്. എനിവേ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, പിന്നെ പെരുംജീരകത്തിൻ്റെ ചുവ ഇഷ്ടമാണെങ്കിൽ അതും ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തിടാം. എള്ളുണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ബാറ്റർ നമ്മൾ ഒരു വാട്ടറി ആവാതെ അത് ആ പഴം ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ നമ്മൾ അകത്തിൽ നിന്ന് ഇങ്ങനെ ലൂസായിട്ട് പോരരുത്. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിയിൽ വേണം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഗോതമ്പൊടി ആയതുകൊണ്ട് കുറച്ച് തിക്നെസ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കുക. ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ പഴം മുറിച്ചിട്ടിട്ട് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും. 2-3 പ്രാവശ്യം ചെയ്താലേ എന്ത് പരിപാടിയും നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ആദ്യം എല്ലാം ഒന്ന് ശരിയാവണമെന്നൊന്നുമില്ല. അപ്പോഴത്തേക്കും നമുക്ക് അയ്യോ കുക്കിംഗ് പറ്റില്ല, നമുക്ക് ഇതാവില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യവും നമ്മൾ ഉപേക്ഷിക്കരുത്. എന്ത് കാര്യവും നമുക്ക് ഒരു കുറച്ച് നാൾ നമ്മൾ അതിന് സമയം കൊടുക്കണം. അതിന് സമയം കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. കുറച്ചെങ്കിലും നമുക്കതിലൊക്കെ എന്നതാണ് മനസ്സിലാക്കിയെടുക്കാനും എന്താ ചെയ്യേണ്ടത് ഏകദേശം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. എത്രയൊക്കെ വേറെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കാര്യവും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ വണ്ടിയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്കതിൻ്റെ രീതികളും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. എന്ത് കാര്യത്തിനും നമ്മൾ കുറച്ച് നാൾ സമയം കൊടുത്ത് നമ്മൾ സ്വയം നമ്മുടേതായ രീതിയിൽ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ഓരോരുത്തരും ചെയ്യുന്ന ഒരേ മെത്തേഡ് തന്നെയാണെങ്കിലും അവർ ഓരോരുത്തരുടെയും രീതികൾ വ്യത്യാസമാണ് അല്ലേ. ഓരോരുത്തരും വ്യത്യാസമാണെന്ന് പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ക്ഷമയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ എണ്ണയുടെ ആ കറക്റ്റ് ചൂടെന്ന് പറയുന്നത് ഞാനതാ പറയുന്നത്. എല്ലാം നമുക്ക് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. കറക്റ്റായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താലും ഉണ്ടല്ലോ, എണ്ണയുടെ ചൂട് കറക്റ്റ് ആണെങ്കിൽ ഒട്ടും എണ്ണ പിടിക്കത്തില്ല. ആ ഒരു തൊരി എണ്ണ പോലും ഇല്ലാണ്ട് നമുക്കത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി എണ്ണ കുടിച്ച് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ചിലയില്ലേ, അത് എണ്ണയുടെ ആ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്നത് പാലും വെള്ളവും കൂടെ വെച്ച് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇത്തിരി പഞ്ചസാര ഇടും. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിക്കുക. അപ്പോൾ ഒരു ക്യാരമൽ പോലെയാവും. പിന്നെ ആവശ്യത്തിന് ഞാൻ ഇത്തിരി സ്ട്രോങ് ആയിട്ട് ചായ എടുക്കുന്നയാളാണ്. ആവശ്യത്തിന് നമുക്ക് തേയിലപ്പൊടി ഇട്ട് കുറച്ച് നേരം ഇതാക്കിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ആറ്റിയെടുക്കുക.